Hello, welcome to Market Discussion of the Day. Today, December 27, 2024, ഫ്രൈഡേ ആണ്. ഈ വർഷത്തെ ഏറ്റവും ലാസ്റ്റ് ഫ്രൈഡേ ആണ് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഓക്കെ, സോ 2 ദിവസം ക്രിസ്മസ് ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ക്രിസ്മസ് ഡേയിൽ മാർക്കറ്റ് അവധിയായിരുന്നു. ഇന്നലെ വളരെ സ്ലോ മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിലുണ്ടായത്. അപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത്, അത് മാത്രമല്ല തിങ്കളാഴ്ച നമുക്ക് മാർക്കറ്റ് ഡിസ്കഷന് മുന്നേ ആയിട്ട് എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്ത് പോവാം എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ ഫ്രൈഡേ ആയതുകൊണ്ടിട്ട് തന്നെ നമ്മൾ അടുത്ത വീക്കിൽ എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽസ് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അടുത്ത തിങ്കളാഴ്ച നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഫണ്ടമെൻ്റൽസ് ഒന്നുമില്ല. അടുത്ത ആഴ്ച മൊത്തത്തിലും വലിയ ന്യൂസുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇയർ എൻഡ് ആയതുകൊണ്ടിട്ട് തന്നെ നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് ആൾക്കാർ ഈ ക്വാർട്ടറിൻ്റെ ലാസ്റ്റ് 2 days ആണ് മൺഡേ ട്യൂസ്ഡേ എന്ന് പറയുന്നത്. അപ്പം ആൾക്കാർ പ്രോഫിറ്റ് എടുത്ത് മാറാൻ, പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ നടക്കാൻ പോസിബിലിറ്റി ഉള്ള ദിവസങ്ങളാണ്. ഓക്കെ, അത് നമ്മളെ മനസ്സിലിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ ട്യൂസ്ഡേ എടുത്തു കഴിഞ്ഞാലും ട്യൂസ്ഡേയും പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നുമില്ല. ഓക്കെ, വെനസ്ഡേ മാർക്കറ്റ് അവധിയാണ്. മാർക്കറ്റ് ന്യൂ ഇയർ ആയതിന് പ്രമാണിച്ച് മാർക്കറ്റ് അന്നത്തെ ദിവസം അവധിയാണ്. നമുക്ക് തേഴ്സ്ഡേ നോക്കാം. തേഴ്സ്ഡേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭയങ്കര ഡയറക്ഷണൽ ചേഞ്ച് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ന്യൂസുകളൊന്നും ഇല്ലെങ്കിലും US നമുക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം എല്ലാ വ്യാഴാഴ്ചയും വരുന്ന ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. 1:30 മണി UK ടൈമിങ്ങിനാണ് ഈ പറയുന്ന പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. അത് കഴിഞ്ഞാൽ S&P ഗ്ലോബൽ മാനുഫാക്ചറിങ് PMI ഉണ്ട്. അത് കഴിഞ്ഞാൽ ഈ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചും ഉണ്ട്. ഓക്കെ, സോ ഇത് മാർക്കറ്റിനെ എത്രമാത്രം അഫക്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഉറപ്പായിട്ടൊരു വോളറ്റാലിറ്റി ഉണ്ടാക്കാൻ പോസിബിലിറ്റി ഉള്ള ന്യൂസുകളാണ്. കാരണം ഈ അടുത്ത ആഴ്ച വേറെ പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട്. ഓക്കെ, സോ അതേപോലെ തന്നെ വെള്ളിയാഴ്ച നമുക്ക് ISM മാനുഫാക്ചറിങ് PMI ഉണ്ട്. അത് മാത്രമാണ് ആ ഒരു, അതായത് UK ടൈമിംഗ് 3 മണിക്ക് ISM മാനുഫാക്ചറിങ് PMI ഉണ്ട്. ഇതാണ് വെള്ളിയാഴ്ചത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അടുത്ത ആഴ്ചയെ നമുക്ക് എന്താ പറയുക, ഒരു ഭയങ്കരമായ ഒരു വോളറ്റാലിറ്റി അല്ലെങ്കിൽ ഭയങ്കര വലിയ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവാൻ ന്യൂസുകൾ പ്രകാരം ഉണ്ടാവാൻ ചാൻസസ് വളരെ കുറവാണ്. പക്ഷേ എന്താ പറയുക, ഈ വർഷത്തെ ലാസ്റ്റ് 2 ദിവസം ഉണ്ട്. അത് മാത്രമല്ല ഇയറിൻ്റെ തുടക്കമാണ് എന്നത് കൊണ്ടിട്ട് ഒരു വോളറ്റാലിറ്റി ഒക്കെ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാൻ ചാൻസ് ഉള്ള കാര്യം വോളിയം വളരെ കുറവാണ്. ഇപ്പം നമ്മളുടെ ഈ ഒരു ഫോറക്സ് ട്രേഡിങ് കൂടുതൽ ചെയ്യുന്ന ആൾക്കാർ യൂറോപ്പിൽ നിന്നും US നിന്നും ഒക്കെയുള്ള ആൾക്കാരായത് കൊണ്ടിട്ട് പല ആൾക്കാരും വെക്കേഷൻസിന് പോകുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ വളരെ കുറവാണ്, വോളിയം ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ വലിയ ഒരുപാട് ക്യാപിറ്റൽ ഇട്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽസൊക്കെ ട്രേഡ് വലിയ ലോട്ട്സ് എടുത്ത് ചെയ്യുമ്പോൾ പെട്ടെന്ന് വോളറ്റാലിറ്റീസ് ഉണ്ടാവാൻ പോസിബിലിറ്റി ഉള്ളൊരു ദിവസമാണ്. ഇത് നമ്മൾ മനസ്സിൽ വെക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ നമുക്ക് ടെക്നിക്കൽസ് ഫോളോ ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടിട്ട് തന്നെ നമ്മൾ റിസ്ക് മാനേജ് ചെയ്ത് മാത്രമേ ഒരു ട്രേഡ് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം മാത്രം മനസ്സിൽ വെച്ചിട്ട് ട്രേഡിങ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. ഓക്കെ, സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മളുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ചത്തെ ബാച്ച് ക്ലാസ് ആയിരിക്കും. 1 മണിക്കൂർ വെച്ചിട്ടായിരിക്കും ക്ലാസ്. ഇന്ത്യൻ ടൈം 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടായിരിക്കും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. ഓക്കെ, സോ എന്താ പറയുക, രജിസ്ട്രേഷൻ രാത്രി 7:30 മണിയും 10:30 രജിസ്ട്രേഷൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ പറയുക, നമുക്ക് JPY തന്നെ പോകുമ്പോൾ നമ്മൾ JPY ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 157.76 ആ ഒരു റേഞ്ചിലാണ്. 158 എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മാർക്കറ്റ് പലവട്ടം എന്ത് ചെയ്തു, റെസിസ്റ്റ് ചെയ്തിട്ട് താഴോട്ട് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നലെ ആണെങ്കിലും നമുക്ക് ഓൾമോസ്റ്റ് ഒരു യൂറോപ്പ് ക്ലോസ് ആയ സമയത്ത് വൈകുന്നേരം UK ടൈമിംഗ് 3 മണിയാണ്.
യൂറോപ്പ് ക്ലോസ് ആവുന്നത്, ഇന്ത്യൻ ടൈം 8:30. ഓക്കെ, 158 മാർക്കറ്റ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 158 മുകളിലായിരുന്നു. സോ അവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും അവിടുന്ന് റെസിസ്റ്റൻസ് ചെയ്ത് ഈ മാർക്കറ്റ് 157.5 വരെ മാർക്കറ്റ് പോയിട്ടുമുണ്ട്. ഓക്കെ, സോ നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം JPY ഉള്ളത്. കാരണം 158 വരെ പോയി. അപ്പം നമുക്കൊരു സേഫായിട്ട് നമുക്ക് JPY എവിടുന്ന് സെല്ല് ചെയ്യാമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയുന്നത് 162 എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് JPY സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. കാരണം 162 JPYയുടെ ഏറ്റവും വലിയ ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ നേരെ പോയില്ല. 150 ഇവിടുന്ന് താഴോട്ടാണ് മാർക്കറ്റ് പോകുന്നത് എങ്കിൽ നമുക്ക് 156 താഴെയായിട്ട് 2 മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്സിനോ, അത് ചിലപ്പം US മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ടൈം ആവാം, അല്ലെങ്കിൽ യൂറോപ്പ് മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ടൈം ആവാം. ഓക്കെ, അല്ലെങ്കിൽ യൂറോപ്പ് ക്ലോസ് ആവാം. സോ ഏതെങ്കിലും ഒരു മാർക്കറ്റ് ടൈമിങ്ങിൽ 2 മാർക്കറ്റ് ടൈമിങ്ങിൽ 156 താഴെയായിട്ട് 1 അവർ ക്യാൻഡിൽ തുടങ്ങിയാൽ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് JPYയിലുള്ള കാര്യം. ഇല്ലെങ്കിൽ 162 നമുക്ക് ഉറപ്പായിട്ടും വേണമെങ്കിൽ ഇപ്പം തന്നെ ഒരു പെൻഡിങ് സെല്ല് വേണമെങ്കിലും 162 നമുക്ക് ഇട്ട് വെക്കുന്നുണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. 162.60 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുന്നത് ഒരു പെർഫെക്റ്റ് സ്റ്റോപ്പ് ലോസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു റിസ്ക് ഇല്ലാത്ത സ്റ്റോപ്പ് ലോസ് ആയിരിക്കും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. ഇനിഷ്യൽ ടാർഗറ്റ് നമുക്ക് എന്താ പറയുക, ഒരു ലോങ്ങർ ടേമിലോട്ടൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് 152 വരെ നമുക്ക് ആ ഒരു ടേക്ക് പ്രോഫിറ്റ് നമുക്ക് പോസിബിലിറ്റി ഉള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1.0433 ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ നമുക്ക് യൂറോപ്പിലെ സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വളരെ നല്ലൊരു സിറ്റുവേഷൻസ് ഒന്നും ഇപ്പോഴും യൂറോയിൽ നടക്കുന്നൊന്നുമില്ല. ഓക്കെ, യൂറോ അങ്ങനെ തന്നെ ഇപ്പം ജർമ്മനിയിലെ കാര്യമാണെങ്കിലും വാറിൻ്റെ കാര്യമാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ഫ്രാൻസിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് അൺസർട്ടനിറ്റി തന്നെയാണുള്ളത്. ഓക്കെ, പക്ഷെ എന്നാൽ പോലും 1.0500 മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പണിംഗ്, ഏതെങ്കിലും ഒരു മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്ങിനോ 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഒരുപാട് ബയേഴ്സ് അവിടെ പ്രസൻ്റ് ആയതുകൊണ്ടിട്ടാണ് നമുക്കൊരു അവിടെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നത് യൂറോയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടുന്ന് നമുക്ക് ബൈ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പക്ഷെ ഒരു പെർഫെക്റ്റ്, അതായത് നല്ലൊരു കുറച്ചും കൂടെ ഒരു ബെറ്റർ ബൈ എന്ന് പറയുന്നത് 1.0700 മുകളിൽ പോകുമ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ബെറ്റർ ബൈ പൊസിഷൻ അവിടെ ഉണ്ട്. ഒരുപാട് ബയേഴ്സ് അവിടെ പ്രസൻ്റ് ആയിട്ടും ഉണ്ട്. ഓക്കെ, സോ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ GBP നമ്മൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. എന്ത്, GBP നമ്മൾ 1.2500 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്യണം എന്ന് പറയാറുണ്ട് അല്ലേ. ഇപ്പോൾ ഇന്ന് തന്നെ മാർക്കറ്റ് വീണ്ടും ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു 1.2500 അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നലത്തെ ദിവസം നമുക്കൊരു വലിയൊരു പ്രോഫിറ്റ് ഒന്നും എടുത്ത് മാറാൻ ഒരു 30 പിപ്പിൻ്റെയൊക്കെ പ്രോഫിറ്റാണ് എടുത്ത് മാറാൻ പറ്റിയിട്ടുണ്ടാവുക അങ്ങനെ എടുത്തിട്ടുള്ള ആൾക്കാർക്ക്. പക്ഷേ ഇന്നത്തെ ദിവസം വീണ്ടും നമുക്ക് 1.25085 മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് വീണ്ടും ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 600 പിപ്സ് 50 പിപ്സിൻ്റെ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് $500 പ്രോഫിറ്റ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, സോ അത് ആക്ച്വലി ഭയങ്കര ഒരു നല്ലൊരു പ്രോഫിറ്റ് സിറ്റുവേഷനാണ്. അത് മാത്രമല്ല നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മൂവിങ് ആവറേജ് 200 മുകളിലായിട്ടാണ് മാർക്കറ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ മൂവിങ് ആവറേജ് 200 എന്താ പറയുക, സാധാരണ നമ്മൾ GBP നോക്കാൻ നേരത്ത് അത് റെസിസ്റ്റ് ചെയ്യുന്നൊരു പോയിൻ്റാണ്. പക്ഷേ അതും ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയി ഒരു മാർക്കറ്റ് ഓപ്പണിങ്ങിന് മുകളിലോട്ട് പോയെന്നുള്ളത് നമുക്കൊരു പോസിറ്റീവ് കാര്യമാണ് GBPയിൽ ട്രേഡ് എടുത്തിട്ടുള്ള ആൾക്കാർക്ക്. ഓക്കെ, നമുക്ക് ഉറപ്പായിട്ടും 1.0600 വരെയെങ്കിലും ഈ പ്രോഫിറ്റ് നമുക്ക് എടുത്ത് മാറാം. അവിടുന്ന് മാത്രമേ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. 1.0600 മുകളിലായിട്ട് 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മാർക്കറ്റ് ഓപ്പണിങ്സിനെങ്കിലും ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായാൽ നമുക്ക് അവിടുന്ന് വീണ്ടും ബൈ ചെയ്ത് മുകളിലോട്ടുള്ളൊരു ഫർദർ ബൈ പൊസിഷൻ നമുക്ക് നോക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ലോങ്ങർ ടേമിലോട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ 1.2500 അടുത്ത് വെച്ച് ബൈ ചെയ്താൽ
ഇനിഷ്യൽ ടാർഗറ്റ് നമുക്ക് 1.2800യും ഓക്കെ. അവിടെ നിന്ന് ഉറപ്പായിട്ട് മാർക്കറ്റ് റെസിസ്റ്റൻസ് ഉണ്ടാവും. അവിടെ വെച്ച് നമുക്ക് ഒരു 300 പിപ്സ് നമുക്ക് പ്രോഫിറ്റ് എടുത്ത് മാറിയതിന് ശേഷം മാർക്കറ്റ് 1.2800യ്ക്ക് മുകളിലായിട്ട് 2 മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്ങിനോ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്ത് ഇനിഷ്യൽ ടാർഗറ്റ് 3300യും ലോങ്ങർ ടേമിൽ നോക്കുകയാണെങ്കിൽ 1.3800 വരെ പോകാനുള്ള പോസിബിലിറ്റിയാണ് നമുക്ക് എന്താ പറയുക GBPയിൽ കാണുന്നത്. ഒരു 1 ഇയർ പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ കാണുന്ന ആൾക്കാർക്ക് 1.2500 എന്ന് ബൈ ചെയ്താൽ 1.3800 വരെ നമുക്ക് അടുത്തൊരു വർഷം കൊണ്ട് $1,300 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി GBPയിൽ ഉണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഓപ്പർച്യൂണിറ്റി എടുക്കണം എന്നുള്ള ആൾക്കാർ എടുത്തു പോവുക. കാരണം കഴിഞ്ഞ വർഷവും ഇതേപോലെ 1.2200 ആയിരുന്നു അന്നത്തെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അന്ന് ഒരുപാട് ആൾക്കാർ ഇതേപോലെ ലോങ്ങർ ടേമിലോട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മൂവ്മെൻറ്റ് ഒരു 1300 പിപ്പ് അവിടെയും 1.3500 വരെ ഉള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു കഴിഞ്ഞ വർഷം ലോങ്ങർ ടേമിലോട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഗോൾഡ് 2630 മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പണിങ്സിന് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും മാർക്കറ്റ് താഴോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ പറയുക, മാർക്കറ്റിൽ വോളിയം ഇല്ലാത്തതിൻ്റെ ഒരു ബേസിസിലാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അൺസർട്ടൺ സിറ്റുവേഷനിൽ ഗോൾഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഗോൾഡിനകത്ത് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം ഇന്നത്തെ ദിവസം ഗോൾഡിൽ ഒന്നും ചെയ്യാതെ മാർക്കറ്റ് 2630 മുകളിലായിട്ട് തിങ്കളാഴ്ച രാവിലെ 7:30 മണിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ബൈ പൊസിഷൻ എന്നുള്ളതാണ്. ഉറപ്പായിട്ടും 2630 ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ഒരു 80 പിപ്പ് വരെയുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗോൾഡിൽ. അത് വേറൊരു കാര്യം. ഓക്കെ, പക്ഷേ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ 2630 മുകളിലായിട്ടാണ് മാർക്കറ്റ് രാവിലെ 7:30 മണിക്ക് തിങ്കളാഴ്ച എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് താഴോട്ട് പോയി 2615 അവിടെ നമുക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റ് അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുന്ന് വേണമെങ്കിൽ നമുക്കൊരു ബൈ എടുക്കാം. 2600 പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടൊരു ബെറ്റർ ബൈ പോയിന്റ് ആണ്. 2580 ഒരു ബെറ്റർ ബൈ പോയിന്റ് ആണ്. അപ്പോൾ ഇത്രയാണ് ബൈയിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് റീട്രേസ് ചെയ്ത് ബൈയിങ് പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ നമ്മൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ലോട്ടുകൾ എടുത്ത് അവിടെയൊക്കെ ബൈ ചെയ്യുന്നത് ബെറ്റർ കാര്യമായിരിക്കും. ഓക്കെ, ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 2615 എത്തുമ്പോൾ ഒരു 1.2 ലോട്ടോ എടുത്ത് ബൈ ചെയ്തിട്ട് 2600 പോവുകയാണെങ്കിൽ വീണ്ടും ഒരു 0.2 ബൈ എടുത്തിട്ട് 2580 കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു 0.2 ലോട്ട് എടുത്ത് നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ റിമൈനിങ് ലോട്ട്സ് നമുക്ക് 2630 മുകളിൽ വാങ്ങാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ജാനുവരി 5 കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് വോളിയം മാർക്കറ്റിലോട്ട് വരും. എന്താ പറയുക, ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സൊക്കെ പുതിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കൊണ്ടുവരുന്നത് ജാനുവരി 5 ശേഷമായിരിക്കും. ഉറപ്പായിട്ടും ഗോൾഡ് മുകളിലോട്ട് പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും നമുക്ക് കാണുകയും ചെയ്യാം. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഗോൾഡിൻ്റെ കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ജാനുവരി 5 വരെ വോളിയം വളരെ കുറവായതുകൊണ്ടിട്ട് നമുക്കൊരു പ്രോപ്പറായിട്ടൊരു തീരുമാനം എടുത്ത് പോകാൻ പറ്റാത്തത് കൊണ്ടിട്ട് നിങ്ങളൊരു ബൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു പൊസിഷൻ ഗോൾഡിൽ എടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ചെറിയൊരു പ്രോഫിറ്റ് ഒരു 60 to 70 പിപ്സ് അല്ലെങ്കിൽ 60 to 80 പിപ്സിലുള്ള പ്രോഫിറ്റ് എടുത്ത് മാറിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ കാര്യമായിരിക്കും. കാരണം നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവം കണ്ടിട്ട് മാർക്കറ്റ് അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ദിവസം എനിക്ക് മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനുള്ളത്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ ഗായ്സ്. അപ്പം നമ്മുടെ ക്ലാസ് ഇനിയും വേണമെന്നുള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, ബൈ.